ഹലോ, ദ ഓൾ ന്യൂ ഹീറോ എക്സ്ട്രീം 250R. ഹീറോയുടെ തന്നെ 250 സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് മേക്കപ്പ് മോട്ടോർ സൈക്കിളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ കാര്യങ്ങൾ നോക്കുക, അതിനൊരു 250cc എഞ്ചിനാണ് നൽകിയിട്ടുള്ളത്. ഹീറോയുടെ തന്നെ ഓൾമോസ്റ്റ് റീസെൻ്റ്ലി വന്ന എല്ലാ മോട്ടോർ സൈക്കിളിലും ഡിസൈൻ വൈസ് കാര്യങ്ങൾ ഒത്തിരിയേറെ അപ്ഡേറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹീറോ. ആൻഡ് ഈ ഒരു മോഡൽ എൻറ്റയർലി ഒരു ഡിസൈൻ കാര്യങ്ങളിൽ ചേഞ്ചോടുകൂടി തന്നെയാണ് ഹീറോ ഇറക്കിയിട്ടുള്ളത്. അത് ഒരു രക്ഷയില്ലാത്തൊരു ഡിസൈനിങ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ എവിടേക്കോ നോക്കുമ്പോൾ ഒരു BMW ചായ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡിസൈനും അതുപോലെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. സോ എന്നത്തെ പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ ഹീറോ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രീവിയസ്ലി വന്നുകൊണ്ടിരിക്കുന്ന മോഡലിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ എവിടേക്കും ഒരു BMW ഡിസൈൻ കാര്യങ്ങളെനിക്ക് ഫീൽ ചെയ്തെങ്കിലും ബട്ട് പ്രിറ്റി ആയിട്ട് തന്നെ ഹീറോ ടീം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ടാങ്ക് പോർഷൻ കാര്യങ്ങൾ അത്യാവശ്യം നല്ല മസ്കുലർ ആൻഡ് ഒരു ബിഗ്ഗർ രീതിയിൽ തന്നെയാണ് ടാങ്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ടാങ്കിൻ്റെ മോഡലായിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു 3D എംബ്ലം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെയാണ് ടാങ്ക് പോർഷനിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു റെഡ് ആൻഡ് മാറ്റ് ബ്ലാക്ക് രീതിയിലാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ് ടാങ്കിൻ്റെ എഡ്ജ് പോർഷനിലായിട്ട് നമുക്ക് ഒരു സൈഡ് പാനലിങ് കാര്യങ്ങളൊക്കെയും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആ ഒരു റേഡിയേറ്ററിൻ്റെ രണ്ട് എഡ്ജിലും കറക്റ്റ് പോർഷനിലായിട്ട് വന്നിട്ടുണ്ട്. സോ അതൊക്കെ ലുക്ക് വൈസ് നല്ലതാണ്. അവിടെ ഒരു R എന്ന് പറഞ്ഞ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി റയർ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് LED ടെയിൽ ലൈറ്റ് കാര്യങ്ങളും LED ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ഗോൾഡൻ ഫോർക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. സസ്പെൻഷൻ നമുക്ക് 43mm USB ഫോർക്കാണ് നൽകിയിട്ടുള്ളത്. റയർ പോർഷനിൽ നമുക്ക് പ്രീ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. സോ ആ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ ഇച്ചിരി കൂടി എടുത്ത് കാണാനുള്ള കാര്യം ആ ഒരു ഗോൾഡൻ ഫോർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ടയറിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റയർ ആൻഡ് ഫ്രണ്ട് ടയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല ബിഗ്ഗർ ആയിട്ടുള്ള സൈസും കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടി കോർണറിങ് ഫ്രണ്ട്ലി ആയിട്ട് രീതിയിലുള്ള ടയേഴ്സ് എല്ലാമൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആൻഡ് ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS കാര്യങ്ങളുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതും സ്വിച്ചബിൾ ആയിട്ടുള്ള ABS കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്കൊരു ബിഗ്ഗർ ആയിട്ടുള്ള ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹീറോ. ഓവറോൾ ആ സ്പെസിഫിക്കേഷൻ വൈസ് ആണെങ്കിലും ഹീറോ നല്ല രീതിയിൽ തന്നെ ഒരു അപ്ഗ്രേഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു മോഡലിൻ്റെ എൻജിൻ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 250cc DOHC 4 വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്ന 30 PS-ഉം 25 Nm ടോർക്കുമാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഈ ടോർക്കിൻ്റെ പോർഷനിൽ നല്ല രീതിയിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ കരിഷ്മയിൽ വന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വരാതെ അവർ മാക്സിമം ഈ ഒരു മോഡലിൻ്റെ എഞ്ചിനിൽ നോക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിയിട്ട് അറിയാൻ സാധിച്ചത്. ആൻഡ് ഈ ഒരു മോഡൽ 0 to 60 എത്തുവാൻ അറൗണ്ട് ഒരു 3.2 seconds കാര്യങ്ങൾ മതി. സോ ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് കാര്യങ്ങളാണ് ഈ ഒരു എഞ്ചിനിൽ ഹീറോ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള 250cc ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് എൻറ്റയർലി ഈ ഒരു മോഡൽ അവർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മോഡൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. ഈവൻ അലോയ് വീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ട് രീതിയിൽ തന്നെയാണ് ഹീറോ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് ഈ 250 സെഗ്മെൻറ്റിൽ ഈ ഒരു മോഡൽ നോക്കുമ്പോൾ. ആൻഡ് ഹാൻഡിൽ പോർഷൻ നോക്കുവാണെങ്കിൽ ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയത്. സ്വിച്ചസ് എല്ലാം നമ്മൾ ആ ബേസിക് സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ്. ഹാസാർഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മീറ്ററിൻ്റെ പോർഷനിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു TFT മീറ്റർ കൺസോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. 10x10 നാവിഗേഷൻ, അതുപോലെ തന്നെ ABS സ്വിച്ചിങ് ഓപ്ഷൻസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസൈനും അതുപോലെ തന്നെ എൻജിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഹീറോ ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഒഫീഷ്യലായിട്ടുള്ളൊരു ലോഞ്ചും കാര്യങ്ങളും റീസെൻ്റ്ലി ഉണ്ടാവുമെന്നാണ് ഹീറോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നാൽ ഷോറൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതിനു ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടൊരു റൈഡിങ് റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഹീറോയുടെ എക്സ്ട്രീം 250Rൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദെൻ. ബൈ.